ശ്രീജിത്ത്, ഇപ്പോൾ ഈ അൻവറിന്റെ പ്രതികരണമായാലും അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളായാലും അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. RSS ADGP കൂടിക്കാഴ്ചയോട് മൃദു സമീപനം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. അപ്പോൾ അവിടെയാണ് ഈ മലപ്പുറം കൂടി വേറെ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ മലപ്പുറം ജില്ല രൂപീകരിച്ചതാര്, മലപ്പുറത്തിന് വികസന പദ്ധതികൾ നൽകിയതാര് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഒരു അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതിന്മേലൊരു വിശദീകരണമാണ്, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന വിശദീകരണമാണോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി നടത്തുക? ഇനിയിപ്പോൾ സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്മൃതി, രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. PV അൻവർ ചൂണ്ടിക്കാണിച്ചത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, മലപ്പുറത്ത് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. മലപ്പുറത്ത് വൻതോതിൽ കേസുകൾ എടുക്കുകയും മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജില്ലയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അൻവർ ചൂണ്ടിക്കാണിച്ചത് അടുത്തിടെ വരും ദിവസങ്ങളിൽ ലോക്സഭയിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ എവിടെയാണ്, അത് മലപ്പുറത്താണ് എന്ന ഉത്തരവും അവിടെ ഉണ്ടാകും. അപ്പോൾ മലപ്പുറത്തെ കുറ്റകൃത്യങ്ങളുടെ നാടായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ആ പോലീസ് നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ADGP RSS കൂടിക്കാഴ്ച എന്നാണ് അൻവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ADGP RSS കൂടിക്കാഴ്ചയാണെങ്കിലും ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും അത് CPIM-ന് വലിയ തോതിൽ ദോഷമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു അവിശ്വാസം പടരാൻ അത് ഇടയാക്കി എന്ന കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ADGP RSS കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇതുവരെ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. മറിച്ച് രാഷ്ട്രീയ ദൗത്യമൊന്നും ഒരു പോലീസുകാരെയും ഏൽപ്പിച്ചു വിടുന്ന പാരമ്പര്യം CPIM-നില്ല. അതൊക്കെ UDF-ൻ്റെ കാലത്തെ പാരമ്പര്യമാണ്. അതാണ് ജയറാം പഠിക്കലുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ കാര്യങ്ങളിലെല്ലാം CPIM-ൻ്റെ സമീപനം വളരെ തുറന്നതാണ് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇവിടെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, അത് മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ കാലത്തെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ആ അഭിമുഖം വക്രീകരിക്കപ്പെട്ടോ എന്ന സംശയം ചില CPI നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ CPIM-ൻ്റെ മുൻ PB അംഗമായ S. രാമേന്ദ്രപിള്ള തിരുവനന്തപുരത്ത് നടത്തിയ പ്രതികരണത്തിൽ ഇത്തരത്തിൽ തെറ്റായ വ്യാഖ്യാനം നൽകാൻ ഹിന്ദു അടക്കം ഉള്ള ദിനപത്രങ്ങൾ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഉള്ള പ്രതികരണം നടത്തി. അപ്പോൾ ഹിന്ദുവിന് നൽകിയ അഭിമുഖം അത് വളച്ചൊടിക്കപ്പെട്ടോ വക്രീകരിക്കപ്പെട്ടോ എന്ന സംശയവും CPI നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു ആശയ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ കാര്യങ്ങൾ ഇന്നത്തെ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ് താൻ ഉദ്ദേശിച്ചത്, എന്താണ് താൻ അതിനെപ്പറ്റി പറഞ്ഞത്? മലപ്പുറം ാണ് കരിപ്പൂർ വിമാനത്താവളമുള്ളത്. അപ്പോൾ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വർണ്ണക്കടത്ത് കേസും മറ്റും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് മറ്റേതെങ്കിലും ജില്ലയിലേക്ക് മാറ്റാൻ കഴിയുമോ? അതിനൊക്കെ നിയമപരമായ തടസ്സങ്ങളില്ലേ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം CPI നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവന രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ വിവാദമാക്കിയത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക CPI നേതൃത്വത്തിലുണ്ട്. ശരി, CPM-നെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉണ്ട് ഈ കാര്യത്തിൽ. കാരണം CPI ആവർത്തിച്ച് ADGP-യുടെ കാര്യത്തിൽ നടപടി വേണമെന്ന് പറയുന്നു. നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോഴും PV അൻവർ പറയുകയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമായിരിക്കും, അതിലപ്പുറം എന്തു ചെയ്യും എന്നുള്ളതാണ്, അതിൽ കൈയടിക്കാൻ നിൽക്കേണ്ട എന്ന പാർട്ടി അണികളോടാണ് PV അൻവർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 12 പേജ് വരുന്ന പരാതി അതിപ്പോൾ പുറത്തുവിടാനും പോകുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അത് നൽകാൻ മടിക്കുകയായിരുന്നു ഞാൻ, ഇനിയിപ്പോൾ മടിക്കുന്നില്ല, ഇനി കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിലാണ് അല്പം മുമ്പ് PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സമയമാണ് ഇപ്പോൾ. ADGP കൂടിക്കാഴ്ചയിൽ തുടങ്ങി ഇപ്പോൾ മലപ്പുറത്തിൽ എത്തി നിൽക്കുന്ന വലിയ സംഘർഷം.